എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അല്ലേ, നമ്മുടെ പൂർവ്വപിതാവായ തോമാസ് സ്ലീഹായുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൊരു പ്രാർത്ഥന, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ധ്യാനിക്കുന്നത് ദാനിയേലിന്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനമാണ്. അപ്പൊ യഹോവയിലുള്ള വിശ്വാസത്തെ പ്രതി അവരെ ശരിക്കും നശിപ്പിക്കാൻ ഒരുങ്ങുന്ന രാജാവിനോട് ദാനിയേൽ പറയുന്ന ഭാഗമാണ്, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. നമുക്കും അവനോട് കൂടെ മരിക്കാം. തോമസ് സ്ലീഹ അങ്ങനെയല്ലേ പറഞ്ഞത്? പ്രത്യേകിച്ച് വിശ്വാസത്തില് ഒരുപാട് പ്രതികൂലങ്ങൾ, വിശ്വാസത്തോടെ കൃപയോടെ ജീവിക്കാൻ ഒരുപാട് പ്രതികൂലങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ വിശുദ്ധ തോമായുടെ ചൈതന്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല സഹോദരങ്ങളെ. നമ്മുടെ പൂർവ്വപിതാവിന്റെ പ്രാർത്ഥന അത് മാത്രമാണ് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ശരിക്കും ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് പ്രത്യേകമായിട്ട് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ നമ്മളുടെ ശരിക്ക് സീറോ മലബാർ സഭയുടെ സ്വകാര്യമായ പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതാണല്ലോ. ആ നിയോഗങ്ങൾക്ക് വേണ്ടി, രൂപതകൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്ന് അച്ഛൻ അറിയാം. എന്നാലും ഒരിക്കൽ കൂടി അത് പറയണു എന്ന് മാത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്ക് നാളെ നമ്മളുടെ വിടുതലിന്റെ ഒരു വൺഡേ ശുശ്രൂഷയുടെ കാര്യം നമുക്ക് അറിവുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ ഇന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി വേണം നാളെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട്. ഈ കാലയളവിൽ പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥിച്ച്, അത് നമ്മുടെ സെന്റ് മേരീസ് പഴുവിൽ ധ്യാന കേന്ദ്രത്തിൽ മാത്രമല്ല കേട്ടോ, എവിടെയാണെങ്കിലും പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു ശുശ്രൂഷാലയത്തിൽ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് മാറ്റമുണ്ട് സഹോദരങ്ങൾ. അതുകൊണ്ടാണ് വ്യാഴാഴ്ചയ്ക്ക് മുൻപ്, തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിന് മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങി മുഴുവൻ ജപമാലയൊക്കെ ചൊല്ലി വരാനായിട്ട് പറയുന്നത്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ തോമസ് സ്ലീഹായുടെ പ്രത്യേക മധ്യസ്ഥം ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തോമസ് നാമധാരികളുടെ നാമഹേതുക തിരുനാളാണെന്ന്. അവർക്ക് എല്ലാവർക്കും നാമഹേതുക തിരുനാളിന്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു. യേശു ക്രിസ്തു നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.